നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം തുടക്കം കർമ്മസന്യാസ യോഗമാണ്. ഇവിടെ ഭഗവാൻ 4 അധ്യായം വരെ ജ്ഞാനയോഗത്തെക്കുറിച്ചും അതുപോലെ കർമ്മയോഗത്തെക്കുറിച്ചും, സ്വധർമ്മത്തെ കർമ്മയോഗപരമായി ചെയ്യുക, അത് കർമ്മയോഗം. അപ്പോൾ കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി, തദ്വാര ജ്ഞാനപ്രാപ്തിയും ജ്ഞാനനിഷ്ഠയും, ജ്ഞാനസാധന. പിന്നീട് മറ്റൊന്ന് കർമ്മസന്യാസം. അത് ജ്ഞാനം, സ്വധർമ്മമാണെങ്കിൽ എല്ലാ ധർമ്മങ്ങളെയും സന്യസിച്ചുകൊണ്ട് ശരീരയാത്രയ്ക്കുള്ളത്, ശരീരനിർവഹണത്തിന്, ശരീരത്തിൻ്റെ ജീവൻ നിലനിർത്താനുള്ള കാര്യങ്ങൾക്ക് മാത്രമായി നിന്നുകൊണ്ട് ജ്ഞാനസാധന. അങ്ങനെ 2 യോഗത്തെ, ജ്ഞാനസാധനയെയും കർമ്മയോഗത്തെയും ഭഗവാൻ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയുകയുണ്ടായി. അപ്പോൾ ഇതിൽ വീണ്ടും അർജുനനെ ഇവിടെ ഇങ്ങനെ പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒന്നിനെ തനിക്ക് അനുയോജ്യമായത് ഉപദേശിക്കാനായിക്കൊണ്ട് വീണ്ടും ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പോൾ ധർമ്മങ്ങളായി മുന്നിൽ നിൽക്കുന്നപ്പോൾ ഈ യുദ്ധം ധർമ്മമാണ്. അതൊന്ന് മാറിയിട്ടാണ് ഇപ്പോൾ അർജുനൻ നിൽക്കുന്നത്. അവിടെ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും എല്ലാം തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ധർമ്മത്തിൽ നിന്ന് വിട്ട് അവിടെ മമതയും അഹങ്കാരവും മമതയും കൊണ്ട് മാറി നിൽക്കുകയാണ്. സ്വധർമ്മത്തിൽ നിന്ന് മാറി നിന്ന് പരധർമ്മമായ സന്യാസത്തിലേക്ക് മതി എന്നുള്ള ആ ഇച്ഛയിൽ, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ അർജുനൻ ചിന്താവിഷ്ടനായി ഇരുന്നിട്ടാണ് ഉപദേശം സ്വീകരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഇത് രണ്ടും പറഞ്ഞും കൊടുക്കുന്നുണ്ട്. കർമ്മസന്യാസത്തെ, സ്വധർമ്മങ്ങളെല്ലാം വിട്ട് ശരീരയാത്രയ്ക്കുള്ള മാത്രം കർമ്മങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ജ്ഞാനസാധനയിൽ മാത്രം മുഴുകിയിരിക്കുന്ന, തത്വവിചാരത്തിൽ മുഴുകിയിരിക്കുന്ന ആ സന്യാസം, പൂർണ്ണമായ പരിവ്രജ സന്യാസം, അതിനെ ഭഗവാൻ ഇവിടെ പറയുകയുണ്ടായി. രണ്ടാമതായിട്ട് അതിന് യോഗ്യരല്ലാത്തവരൊക്കെ കൊണ്ടാണ് കർമ്മയോഗത്തെയും ഇവിടെ ഇങ്ങനെ വളരെയധികം വിശദീകരിച്ച് സ്വധർമ്മത്തിൽ എങ്ങനെ കർമ്മയോഗത്തെ കൊണ്ടുവന്ന് ചിത്തശുദ്ധി നേടാമെന്നും പറഞ്ഞു കൊടുത്തു. ഇത് അർജുനന് ഇപ്പം എന്താണ്, എനിക്കെന്താണ് എന്നുള്ളൊരു സംശയം. ഇപ്പം ഞാൻ യുദ്ധം ചെയ്യണോ, എൻ്റെ ധർമ്മമായത് കർമ്മയോഗപരമായിട്ട് നിങ്ങൾ പറഞ്ഞ മാതിരി യുദ്ധം ചെയ്യണോ, അതോ കർമ്മസന്യാസത്തെയാണോ എനിക്ക് ഉപദേശിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ വീണ്ടും ഭഗവാനോട് അർജുനൻ ചോദിക്കുകയാണ്. 5-ാം അധ്യായം ആദ്യത്തെ ശ്ലോകം. അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. ഇവിടെ പറയണേ, കൃഷ്ണ അല്ലയോ ഭഗവാനെ, കർമ്മണാം സന്യാസം പുനഃ യോഗം ച ശംസസി. താങ്കൾ പറയുന്നു ആദ്യം കർമ്മങ്ങളുടെ ത്യാഗത്തെ, എല്ലാ കർമ്മങ്ങളും സ്വധർമ്മമായാലും ആ കർമ്മങ്ങളെല്ലാം ത്യാഗം ചെയ്തുകൊണ്ട്, ഇവിടെ കർമ്മം എന്ന് പറയുന്നത് സ്വധർമ്മം എന്നുള്ളത് പ്രത്യേകിച്ച് ശങ്കരൻ്റെ കാലഘട്ടത്തിലൊക്കെ വൈദിക കർമ്മങ്ങളാണ്. ശങ്കരൻ്റെ കാലഘട്ടത്തിൽ വരുമ്പോൾ വൈദിക കാലഘട്ടമാണ്. അപ്പോൾ വൈദിക കർമ്മങ്ങളെല്ലാം ത്യാഗം. ഇവിടെ കർമ്മം എന്ന് പറയുമ്പോൾ സ്വധർമ്മം എന്നുള്ളതാണ് ഭഗവാന്റെ. ഏത് ധർമ്മങ്ങളായാലും, ധർമ്മമായാലും അധർമ്മം എന്തായാലും ചെയ്യാൻ സാധ്യമല്ല, ചെയ്യരുത്. അപ്പോൾ ധർമ്മത്തെയും ത്യജിച്ചുകൊണ്ട് സന്യാസത്തെ, ആ ധർമ്മങ്ങളുടെയും ത്യാഗത്തെയാണ് ഒരു ഭാഗത്തിൽ പറഞ്ഞ് ഭഗവാൻ. പുനഃ യോഗം ച ശംസസി, പിന്നെയോ കർമ്മയോഗത്തെ, അതിനെയും ഉപദേശിക്കുന്നുണ്ട്. ഏതയോഹോ യത് ശ്രേയ തത് ഏകം സുനിശ്ചിതം മേ ബ്രൂഹി. ഇവയിൽ വെച്ച് ഏത് ശ്രേയസ്കരമാണ് എനിക്ക് എന്നത്, എനിക്ക് ഏതത് ശ്രേയസ്സാണ്, എന്നിൽ ഏതാണ് ഇതിലെ എനിക്കായിക്കൊണ്ട് ഉപദേശിക്കാനുള്ളത്, അതിനെ സുനിശ്ചിതമായിട്ട് നിശ്ചിതമായിട്ട് എനിക്ക് പറഞ്ഞു തന്നാലും ഉപദേശിച്ചാലും ഭഗവാനെ കൃഷ്ണ എന്ന് പറയുകയാണ്. തനിക്ക് എന്താണ് ഇതിൽ, ഇപ്പോൾ 2 വാക്കുകൾ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇത് തനിക്ക് ഏതാണ് അനുയോജ്യമായത് തന്നെ എനിക്ക് അറിയുന്നില്ല. എൻ്റെ മനസ്സിപ്പോൾ മോഹത്തിനും കൊണ്ട് കലുഷിതമാണ്. എനിക്ക് ഏതാണ് വേണ്ടത് എന്ന് ഭഗവാൻ നിഷ്കർഷിച്ച് നിശ്ചിതമായിട്ട് അറിയിച്ചാലുമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ശ്രീ ഭഗവാനുവാച സന്യാസകർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാ
കർമ്മയോഗോ വിശിഷ്യതേ. സന്യാസ കർമ്മയോഗ ഛ. അങ്ങനെ രണ്ടായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളത് ഭഗവാൻ എടുത്ത് വീണ്ടും പറയാണ്. ഈ കർമ്മങ്ങളുടെ ത്യാഗവും അതായത് സന്യാസവും അവിടെ ജ്ഞാനത്തോടു കൂടിയിട്ടുള്ള സന്യാസം. കർമ്മയോഗ ഛ, കർമ്മയോഗവും ഉപൗ നിശ്രേയസകരവും, രണ്ടും എന്താണ്? നിശ്രേയസിനെ തരുന്നതാണ്. നിശ്രേയസ് എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ തരുന്നതാണ്. തയോഹോ, അവ രണ്ടിൽ നിന്നും, അവയിൽ വെച്ച് കർമ്മയോഗ കർമ്മസന്യാസാത് വിശിഷ്യതേ. കർമ്മയോഗമാണ് കർമ്മസന്യാസത്തെക്കാളും വിശിഷ്ടമാകുന്നത് എന്ന് ഭഗവാൻ ഇവിടെ എടുത്തു പറയുന്നു. അപ്പൊ കർമ്മയോഗത്തേനെ വിശേഷമായിട്ട് പറയുന്നത് ഭഗവാൻ എടുത്തിവിടെ പറയുന്നുണ്ട്. രണ്ടിനെയും ഞാൻ ഉപദേശിച്ചു. അതില് കർമ്മയോഗം കർമ്മസന്യാസത്തെക്കാളും, അതിൽ സ്വധർമ്മത്തെല്ലാം വിട്ട് സന്യാസം സ്വീകരിച്ച് ജ്ഞാനമാർഗത്തിൽ പോകുന്നതിനേക്കാളും ഈ സ്വധർമ്മത്തെ തന്നെ കർമ്മയോഗപരമായി സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നതാണ് വിശിഷ്ടമാകുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷേ ഇത് ശങ്കരാചാര്യരൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ശങ്കരൻ കർമ്മസന്യാസത്തിന് തന്നെയാണ് ഊന്നൽ നൽകിയത്. എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ഒരു ജ്ഞാനസാധനയിലേക്ക് സ്വധർമ്മവും എല്ലാം പരിത്യജിച്ചുകൊണ്ട് ശരീരം യാത്രയ്ക്ക് വേണ്ടിയുള്ള ഭിക്ഷാടനം, സർവകർമ്മ പരിത്യാഗി, ആ ഒരു പരിവ്രജന സന്യാസം അതുതന്നെയാണ് ശ്രീ ശങ്കരൻ്റെ വഴിയായിട്ടുള്ളത്. ശ്രീ ശങ്കരനും കഠിനമായിട്ട് അല്ലെങ്കിൽ അതിനെ നിഷ്കർഷിച്ച് പറയുന്നതും ആ സന്യാസമാണ് ശ്രേഷ്ഠം എന്ന് തന്നെയാണ്. എല്ലാവരുടെയും അതിനനുസരിച്ച് വ്യാഖ്യാനിക്കും അദ്ദേഹം. അപ്പം ഇവിടെ കർമ്മയോഗമാണ് വിശിഷ്ടമാകുന്നതെന്ന് പറയുമ്പോൾ അവിടെ പറയും കേവലമായ അജ്ഞാനത്തോടു കൂടിയ കർമ്മസന്യാസം, അതായത് ജ്ഞാനബോധമില്ലാതെ കർമ്മത്തെ ത്യജിക്കുന്നതും ഭേദം ആ കർമ്മത്തിൽ കർമ്മയോഗപരമായി ചെയ്യാനായിട്ട് പറയും. പക്ഷെ അങ്ങനെയല്ല ഭഗവാന്റെ ഇതിൽ പറയുന്നത്. ഞാൻ രണ്ടും പറഞ്ഞു, ജ്ഞാനയോഗവും പറഞ്ഞു, കർമ്മസന്യാസത്തെക്കുറിച്ചും അതുപോലെ കർമ്മയോഗത്തെക്കുറിച്ചും പറഞ്ഞു. ഉഭൗ തൗ എന്ന് എടുത്തു പറയുന്നുണ്ട്. അവയിൽ കർമ്മയോഗമാണ് കർമ്മസന്യാസത്തെക്കാൾ വിശിഷ്ടമായിരിക്കുന്നത് ഭഗവാൻ ഈ ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. പക്ഷേ അന്നത്തെ വ്യാഖ്യാനങ്ങൾ അതിനനുസരിച്ചിരിക്കും. ഓരോരുത്തർ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവർ കാണുന്നതിനനുസരിച്ചായിരിക്കും, അതിലൂടെ കാണുന്നതിനനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ശ്ലോകങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടായിരിക്കും അവരുടെ സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നത്. അപ്പോൾ അവിടെ കർമ്മസന്യാസത്തെയാണ് കൂടുതൽ ശ്രീ ശങ്കരാചാര്യരെല്ലാം കൂടുതൽ നിഷ്കർഷിക്കുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഇവിടെ കർമ്മയോഗത്തെ തന്നെയാണ് വിശേഷമായിട്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി കർമ്മയോഗമാണ് വിശേഷം എന്നതിന് കാരണമുണ്ടല്ലോ. ആ കാരണത്തെ കൂടിയാണ് ഭഗവാൻ പറയുന്നത്. ജ്ഞേയഃ സ നിത്യസന്യാസി യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. അവനെ നിത്യസന്യാസി എന്ന് അറിഞ്ഞോളണം. ആരെ? യഹ ന ദ്വേഷ്ടി ന കാംക്ഷതി. ഏതൊരുവൻ ഒന്നിനെയും ദ്വേഷിക്കുന്നില്ല. അപ്പോൾ ധർമ്മത്തെ ചെയ്യുന്നത് ഇതിനെ ദ്വേഷിക്കുന്നതുകൊണ്ടോ കാംക്ഷിക്കുന്നതോ കൊണ്ടല്ല. ന കാംക്ഷതി, ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല ഒരു ധർമ്മത്തെ അന്വേഷിക്കുന്നത്. അല്ലെങ്കിൽ അതിനോട് ദ്വേഷം ഉണ്ടായിട്ടല്ല. ഇപ്പോൾ യുദ്ധം ചെയ്യണമെങ്കിൽ അവരോട് ദ്വേഷം ഉണ്ടായിട്ടല്ല യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത്. ധർമ്മം എന്തോ അത് ചെയ്യുന്നു. ധർമ്മമായിരിക്കെ അതിൽ നിസ്സംഗത്വമായിട്ട്, നിർമ്മമനായിട്ട്, നിരാശീരായിട്ട് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. കർമ്മയോഗത്തിൻ്റെ ഓരോന്നും വിശദീകരിച്ചതാണ് മുൻ ശ്ലോകങ്ങളിൽ, മുൻ അധ്യായത്തിലും. അവിടെ അങ്ങനെയുള്ള അവൻ നിത്യസന്യാസിയാണ്. അവൻ എന്നും കർമാനുഷ്ഠാന കാലത്തും സന്യാസി തന്നെയാണ് എന്ന് ഭഗവാൻ ഇവിടെ എടുത്തു പറയുന്നു. ഇത് രണ്ടിലും കർമ്മയോഗമാണ് വിശിഷ്ടം എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഈ കർമ്മയോഗത്തെ എങ്ങനെ വിശിഷ്ടമാകുന്നു. അതിൽ അവര് നിർമ്മമനാണ്. അവിടെ കാംക്ഷയൊന്നുമില്ല. ന കാംക്ഷതി, പിന്നെ ന ദ്വേഷിക്കുന്നുമില്ല. അപ്പോൾ രാഗദ്വേഷങ്ങളൊന്നും അവിടെ കാമക്രോധങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെ ഉള്ളത് ധർമ്മമാണ് തന്നെ മുന്നിൽ വന്നത്. ആ ധർമ്മത്തെ നിസ്സംഗമായിട്ട് ഈശ്വരാർപ്പണമായി ചെയ്യുന്നു. അപ്പം അവൻ എന്താണ്? നിത്യസന്യാസി ജ്ഞേയഃ, അങ്ങനെ അറിയപ്പെടേണ്ടതാണ് എന്ന് ഭഗവാൻ ഇവിടെ ശ്ലോകത്തിൽ പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ നിർദ്വന്ദ്വഃ സുഖം ബന്ധാത് പ്രമുച്യതേ. ഈ നിർദ്വന്ദ്വൻ, രാഗവും ദ്വേഷവും ഇല്ല, കാമവും ക്രോധങ്ങളൊന്നുമില്ല. അതിൻ്റെ രാഗദ്വേഷങ്ങളുടെ മൂർച്ഛ തന്നെയാണ് കാമവും ക്രോധം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊന്നുമില്ല, രാഗദ്വേഷങ്ങളില്ലാത്ത അവൻ സുഖം ബന്ധാത് പ്രമുച്യതേ, സുഖേന പെട്ടെന്ന് തന്നെ
സരളമായി തന്നെ സംസാരബന്ധത്തിൽ ഈ കർമ്മബന്ധനത്തിൽ നിന്നെല്ലാം ഈ ബന്ധനത്തിൽ നിന്നും പ്രമുച്യത വിമോചിക്കപ്പെടുന്നു. അപ്പോൾ അത് കർമ്മസന്യാസവും രണ്ടും തുല്യമായിട്ട് ഫലത്തെ നൽകുന്നതാണെങ്കിൽ കൂടി കർമ്മയോഗത്തെ ഇവിടെ വിശിഷ്ടമായിട്ട് ഭഗവാൻ എടുത്തു കാണിക്കുകയാണ്. അപ്പോൾ അതിന് കാരണം അവിടെ നിർദ്വന്ദ്വനാണ്, പിന്നെ ഒരു ദേഷ്യമില്ല, അല്ലെങ്കിൽ കാക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല, നിർദ്വന്ദ്വനാണ്. ഒപ്പം തന്നെ രാഗദ്വേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ മനസ്സിൻ്റെ കൽമഷങ്ങളെല്ലാം തീർന്ന് ഈ ജ്ഞാനത്തെ അല്ലെങ്കിൽ മോക്ഷത്തെ, സംസാര ബന്ധനത്തിൽ നിന്നുള്ള മോക്ഷത്തെ അവൻ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ഈ സംസാര ബന്ധത്തിൽ നിന്നും മോചിക്കപ്പെടുന്നു എന്ന് ഭഗവാൻ എടുത്ത് ഈ ശ്ലോകത്തിൽ പറയുകയാണ്. അപ്പോൾ പിന്നെ അപ്പോൾ ഈ വിരുദ്ധമായിട്ടുള്ള ഇങ്ങനെ രണ്ടിനെയും ഒരേ ഫലം ലഭിക്കുകയോ ഇല്ലയോ, അതുകൊണ്ട് ഏതാണ് ശ്രേയസ്സിന് ശരിയായിട്ട് കാരണമായിരിക്കുന്നത്? ഇതൊന്ന് വേറൊരു വഴിക്ക് പോകുമ്പോൾ അവിടെ വേറൊന്നാ ലഭിക്കുന്നത്, ഈ വഴിക്ക് പോകുമ്പോൾ വേറൊന്നാണ്, അങ്ങനെയാണോ? അങ്ങനെയല്ല എന്ന് ഭഗവാൻ പറയുകയാണ് ഇവിടെ അടുത്ത ശ്ലോകത്തിൽ. സാഖ്യയോഗോ പൃഥക് ബാലാഹ പ്രവദന്തി ന പണ്ഡിതാഹ ഏകമപ്യാസ്ഥിത സമ്യക് ഉഭയോർ വിന്ദതേ ഫലം. ബാലാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിവേകമില്ലാത്തവർ അല്ലെങ്കിൽ വിവരമില്ലാത്തവർ എന്ന് തന്നെയാണ്. ബാലന്മാർ, കുട്ടികളുടെ ബുദ്ധി, അവര് ബാലന്മാര്, വിവരമില്ലാത്തവർ അല്ലെങ്കിൽ വിവേകമില്ലാത്തവർ സാഖ്യയോഗോ പൃഥക് പ്രവദന്തി. ഈ സാഖ്യയോഗം, അതായത് സാഖ്യത്തെയും യോഗത്തെയും, സാഖ്യം പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനയോഗം, കർമ്മസന്യാസത്തോടു കൂടിയുള്ള ജ്ഞാനയോഗത്തെയും യോഗവും കർമ്മയോഗത്തെയും പൃഥക് പ്രവദന്തി, വെവ്വേറെ ഫലമുള്ളതായിട്ട്, പൃഥക്കായിട്ട് വേറെ വേറെയാണ് അതിൻ്റെ ഫലം. ആചരിക്കുന്നത് വേറെ തന്നെയാണ്. ഒരാൾ ധർമ്മത്തെ പരിത്യജിക്കുന്നു, മറ്റൊരാൾ ധർമ്മത്തിൽ നിൽക്കുന്നു. കർമ്മയോഗമാണെങ്കിൽ അത് ധർമ്മം ചെയ്യുന്നു, മറ്റേയാൾ ധർമ്മത്തെയും പരിത്യജിച്ചുകൊണ്ട് കർമ്മസന്യാസത്തിലേക്ക് പോകുന്നു. രണ്ടും വഴികൾ രണ്ടാണെങ്കിലും അതിനെ രണ്ടല്ല, ഫലത്തെ അപേക്ഷിച്ച് അത് രണ്ടും ഒന്നു തന്നെയാണ്. അതിനെ വെവ്വേറെ പറയുന്നത് വിവരമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ വിവേകം അതിനെക്കുറിച്ച് രണ്ടിനെക്കുറിച്ചും ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഭഗവാൻ പറയണം. അത് പണ്ഡിതാഹ ന പ്രവദന്തി, അങ്ങനെ രണ്ടും വേറെ വേറെയാണെന്ന് പണ്ഡിതന്മാർ പറയുന്നില്ല. പണ്ഡിതന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മജ്ഞാനത്തെ ബോധിച്ചവർ, അതാണ് പണ്ഡിതന്മാർ. പണ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മബോധം, ആത്മജ്ഞാനത്തെക്കുറിച്ചുള്ള വിഷയം, ആ ബുദ്ധിയാണ് പണ്ഡ. അപ്പോൾ ആ പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നില്ല, അത് രണ്ടും വേറെ വേറെ ഫലമുള്ളതാണെന്ന് പറയുന്നില്ല. ഏകം അഭി സമ്യക് ആസ്ഥിതാഹ ഉഭയോഹോ ഫലം വിന്ദതേ. ഏതെങ്കിലും ഒന്നിനെയെങ്കിലും ഏകം അഭി സമ്യക് ആസ്ഥിതാഹ, എന്തിനെങ്കിലും ഒന്നിനെ ശരിയായ ക്രമത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ പിന്തുടർന്നാൽ, അല്ലെങ്കിൽ അതിനെ സ്വീകരിച്ച് സാധനയായി എടുത്തു കഴിഞ്ഞാൽ ഉഭയോഹോ ഫലം വിന്ദതേ, ആ രണ്ടിൻ്റെയും ഫലത്തെ കിട്ടുന്നു. രണ്ടിൻ്റെയും ഫലം ഒന്നായതുകൊണ്ട് ആ മോക്ഷത്തെ, ആ പരമായ മോക്ഷത്തെ, മുക്തിയെ, സംസാര ബന്ധനത്തിൽ നിന്ന് വിമോചിക്കപ്പെടുന്നു, അല്ലെങ്കിൽ മോക്ഷത്തെ അല്ലെങ്കിൽ മുക്തിയെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ പറയും. രണ്ടിൻ്റെയും ഫലം ഒന്നാണ്. രണ്ട് വഴികളിലൂടെ പോയാലും, അപ്പോൾ രണ്ടു പേർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ രണ്ട് അധികാരികളുണ്ട് അതിന്. ഒരാൾക്ക് തന്നെ രണ്ടും സാധ്യമല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഒരാൾക്ക് രണ്ട് യോഗത്തിലൂടെയും പോകാൻ പറ്റില്ല. ഓരോ അധികാരികളുണ്ട്. ആ അധികാരികൾക്കനുസരിച്ച് ചിലവർ കർമ്മസന്യാസം, ധർമ്മങ്ങളെല്ലാം സന്യസിച്ചുകൊണ്ട് തന്നെ ശരീരയാത്രയ്ക്ക് മാത്രം. മറ്റൊരാൾക്ക് ധർമ്മം ചെയ്ത് ചിത്തശുദ്ധിയിലേക്ക് കർമ്മയോഗപരമായി കൊണ്ടുപോകണം. അപ്പോൾ അവർക്ക് ആ ഒരു വഴി. അപ്പോൾ രണ്ട് വഴികൾ രണ്ട് അധികാരികൾക്കാണെന്നും, പക്ഷേ ആ രണ്ടിലൂടെയും കിട്ടുന്നത് ഒരേ തന്നെയാണ്, നിശ്രേയസമായ മോക്ഷത്തെയാണ് എന്ന് ഭഗവാൻ എടുത്തിവിടെ കാണിക്കുകയാണ്. ഈ 4 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും അർജുനൻ്റെ സംശയത്തെ നീക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് ഇത് വീണ്ടും നിനക്ക് എന്താണെന്നുള്ളത് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് അടുത്തത്. അപ്പോൾ അത് നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് ചർച്ച ചെയ്യാം. ഇന്നിവിടെ നിർത്താം. നമസ്കാരം.